Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. തൃത്താലയിലെ SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്രം നാമനിർദ്ദേശ പത്രിക നൽകി. പ്രകടനമായാണ് പത്രിക നൽകാനെത്തിയത്. SDPI തൃത്താല നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായാണ് പത്രിക നൽകാൻ എത്തിയത്. പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാറും തൃത്താല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ടി സുജിത്തിന് മുമ്പാകെയാണ് പത്രിക നൽകിയത്. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യം ചെയ്തു. നേതാക്കളായ നാസർ തൃത്താല, അഷ്റഫ് പള്ളത്ത്, TK ഇസ്മായിൽ, VV ഉമ്മർ, MA ഉമ്മർ, നിഷാന്ത് മധുപ്പള്ളി, താഹിർ കുനമുച്ചി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃത്താലയിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടാണ് SDPI മത്സരിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പ്രതികരിച്ചു. വലിയ വിജയപ്രതീക്ഷ മണ്ഡലത്തിലുണ്ടെന്നും സ്ഥാനാർത്ഥി അവകാശപ്പെട്ടു. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി തൃത്താല നിയോജക മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ തീർത്തും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വെറും വാഗ്ദാനങ്ങളായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന VT ബൽറാം ആയാലും അതിനുശേഷം നിലവിലുള്ള MP രാജേഷ് ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിയുടെ മണ്ഡലമായിട്ട് പോലും ആ രീതിയിലുള്ളൊരു വികസന പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ എത്താത്തൊരു മേഖലയാണ്. പ്രത്യേകിച്ച് കുടിവെള്ളം ഉൾപ്പെടെ ഗ്രാമങ്ങളിലെ റോഡുകൾ ഉൾപ്പെടെ വളരെ മോശമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ ചില ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പൂർണ്ണമായൊരു മാറ്റം വേണമെങ്കിൽ സാമൂഹിക ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SDPIയുടെ പ്രസ്ഥാനത്തിന് നല്ലൊരു വിജയം തൃത്താല മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സമഗ്രമായ ഒരു വികസനം, പ്രത്യേകിച്ച് നേരത്തെ ജനങ്ങളെ ഏറ്റവും അടിസ്ഥാനപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ ഗതാഗത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റല് പ്രത്യേകിച്ച് തൃത്താല നിയോജക മണ്ഡലത്തിന് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്.